കൊച്ചിയുടെ പ്രീമിയം വില്ലകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മാഞ്ഞുരാൻ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്ന ലൊക്കേഷൻ എറണാകുളം കാക്കനാടിനോടടുത്ത് തേവക്കൽ എന്ന ലൊക്കേഷനാണ് നിൽക്കുന്നത്. മെയിൻ റോഡിൽ നിന്നും വെറും 500 മീറ്റർ ഡിസ്റ്റൻസിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനോടെല്ലാം വളരെ അടുത്തായ നിയർ ബൈ ലൊക്കേഷനിലുള്ള ഒരു പ്രീമിയം വില്ല, ഒരു മനോഹരമായ ഒരു വില്ലയാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇൻഫോ പാർക്ക്, ഷെസ്, അതുപോലെ സിവിൽ സ്റ്റേഷൻ, അതുപോലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് എന്നിവയെല്ലാം നിയർ ബൈ ലൊക്കേഷനാണ്. അതുപോലെ തന്നെ നല്ല സ്കൂൾസും കോളേജസും കാര്യങ്ങളെല്ലാം വളരെ നിയർ ബൈ ഉള്ള ഒരു ലൊക്കേഷനാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ 5.150 സെൻറ്റ് പ്ലോട്ടിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 BHK നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായ വലിയ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. സോ ഞാനിപ്പോൾ ഈ വീടിൻ്റെ അകത്തെ കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത്. ഈ അകത്തെ ഒരു ഫ്ലോറിങ്ങെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് കലപ്പക്കല്ലിലാണ്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു കവേർഡ് കാർ പോർച്ചും കിട്ടുന്നുണ്ട്. നമ്മൾ ഇനി സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒരു കാർ പോർച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു കവേർഡുള്ള കാർ പോർച്ചും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം പുറമേ എല്ലാം നല്ലൊരു സ്പേസ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് 2 കാറുകൾ പാർക്ക് ചെയ്യാനൊരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു മനോഹരമായ ഒരു വറ്റാത്തൊരു കിണറും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സോ നല്ലൊരു വാട്ടർ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് നിങ്ങളുടെ ഈ പ്രീമിയം വില്ല വരുന്നത്. അടുത്തതായി നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സോ ഞാൻ ലിവിങ് ഏരിയ റൂമിലേക്കാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. നല്ലൊരു വിശാലമായ ഒരു ലിവിങ് ഏരിയ സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല ഒരു മനോഹരമായ ഒരു സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ TV യൂണിറ്റ് ഏരിയയും എല്ലാം നൽകിക്കൊണ്ടുള്ള ഒരു പ്രീമിയം ലുക്കിലുള്ള ഒരു ലിവിങ് ഏരിയ റൂം നമുക്ക് ഇവിടെ കിട്ടുന്നത്. നല്ല രീതിയിലുള്ള പാനൽ വർക്കുകളും കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ടുള്ള ഒരു ലിവിങ് ഏരിയ റൂമാണ്. അകത്തെ ഡൈനിങ് ഏരിയ പോർഷനിലേക്ക് പോകാം. വളരെ മനോഹരമായ ഒരു വിശാലമായ ഒരു ഡൈനിങ് ഏരിയ സ്പേസ് കിട്ടുന്നു. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഇതിൽ വാഷ് ഏരിയ യൂണിറ്റും അതുപോലെ തന്നെ കിച്ചണോട് ചേർന്നുള്ള അത്യാവശ്യം നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നു. കിച്ചൺ വരുന്നത് ഈ ഡൈനിങ് ഏരിയയുടെ തൊട്ട് ചേർന്ന് തന്നെയാണ്. ഒരു ഓപ്പൺ സ്പേസ് കിച്ചണാണ്. നല്ലൊരു പ്രീമിയം ലുക്ക് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഒരു എൻ്റർ ആംബിയൻസ് നല്ലൊരു മനോഹരമായി കിട്ടുന്നുണ്ട്. മോഡുലാർ ഡിസൈനിലുള്ള ഒരു മനോഹരമായ ഒരു കിച്ചണാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത്യാവശ്യം എല്ലാ സ്റ്റോറേജ് സ്പേസുകളും അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു മനോഹരമായ കിച്ചൺ നമുക്ക് ഈ ഒരു സൈഡിൽ കിട്ടുന്നു. കിച്ചണോട് നേരെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഒരു വർക്ക് ഏരിയയും കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ലൊരു വാട്ടർ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസും നമുക്ക് ഇവിടെ കിട്ടുന്നു. സോ ടോട്ടൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് 2 ബെഡ്റൂമുകൾ വരുന്നത്. ഒന്നാമത്തെ ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. കൂടാതെ ഇവിടെ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ വാർഡ്രോബ്, അറ്റാച്ച്ഡ് ബാത്റൂം എന്നീ ഫെസിലിറ്റീസോട് കൂടി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് ഈ ഒരു സൈഡിലാണ് കിട്ടുന്നത്. ഈ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റെയർ കേസിന് തൊട്ട് താഴെയായിട്ട് ചെറിയൊരു കമ്പ്യൂട്ടർ ടേബിൾ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. പോകാൻ നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം ഏരിയ സ്പേസിലേക്ക്. ഇവിടെയും സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ വാർഡ്രോബ്, അറ്റാച്ച്ഡ് ബാത്റൂം എന്നിവ ഉൾപ്പെടെ തന്നെയാണ് ഈ ഒരു ഏരിയയും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ വാർഡ്രോബിൻ്റെ കളർ കാര്യങ്ങളെല്ലാം മറ്റൊരു റൂമിനേക്കാൾ കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി ഭംഗിയായിട്ടുള്ളത് ഈ ഒരു വാർഡ്രോബാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടിയും നല്ലൊരു മനോഹരമായ കളർ കോമ്പിനേഷൻ കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം അത്യാവശ്യം വലിയൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ഒരു സൈഡിൽ നൽകിയിട്ടുള്ളത്. നല്ലൊരു ലെങ്തി ആയിട്ടുള്ള എല്ലാ ആക്സറീസും ഉൾപ്പെടെയുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ആ സൈഡിൽ നൽകിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം അതുപോലെ യൂട്ടിലിറ്റി ഏരിയ, ബാൽക്കണി എന്നിവയാണ് പരിചയപ്പെടാനുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഹാൻഡ് റെയിലുകളെ പറ്റി പറയേണ്ടതായിട്ടുണ്ട്. വുഡ് സ്റ്റീൽ കോമ്പിനേഷനിലുള്ള ഹാൻഡ് റെയിലുകൾ നൽകിയിരിക്കുന്നു. കൂടാതെ ഈ സ്റ്റെപ്സിനെല്ലാം നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റ് കൊണ്ടുള്ള ഫ്ലോറിംഗ് ആണ് നൽകിയിട്ടുള്ളത്. സോ നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. സോ നമുക്ക് ഈ ഹാൻഡ് റെയിലുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന ഒരു തേക്കിൻ്റെ വുഡ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ മെയിൻ ഡോഴ്സും എല്ലാം തേക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ മഹാഗണി, ആഞ്ഞിലി എന്നീ വുഡ് കൊണ്ടാണ് ഫ്രെയിം വർക്കുകളും മറ്റും എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെയർ കേസിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ നല്ലൊരു മനോഹരമായി ഈ ഒരു പാനൽ ലൈറ്റ് കൊണ്ടുള്ള വർക്കുകളെല്ലാം ഇവിടെ നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ സ്പേസിലേക്ക് അതിവിശാലമായ ഒരു ലിവിങ് ഏരിയ സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. TV യൂണിറ്റും അതുപോലെ സീലിംഗ് വർക്കുകളും ഉൾപ്പെടെയുള്ള വിശാലമായ ഒരു ലിവിങ് ഏരിയയാണ് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ നൽകിയിട്ടുള്ളത്.
സോ നമുക്ക് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം. നമ്മൾ താഴെ കണ്ട ആ ഒരു ബെഡ്റൂമിൻ്റെ സെയിം വലിപ്പം, രണ്ടാമത് കണ്ട ആ ബെഡ്റൂമിൻ്റെ സെയിം വലിപ്പത്തിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയും വാർഡ്രോബ്, സീലിംഗ് വർക്കുകൾ, അറ്റാച്ച്ഡ് ബാത്റൂം എന്നിവ ഉൾപ്പെടെ വളരെ മനോഹരമായ വിശാലമായ ബെഡ്റൂം ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു സൈഡിലാണ് നമുക്ക് കിട്ടുന്നത്. അവസാനമായി നമുക്ക് ഈ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂം ഏരിയ സ്പേസിലേക്ക് പോകാം. ഈ ഒരു ബെഡ്റൂം കുറച്ചുകൂടി ഒരു വലിയൊരു ബെഡ്റൂം, കുറച്ചുകൂടി നല്ലൊരു ആംബിയൻസ് ഉണ്ട്. കാരണം ഈ ഒരു സൈഡിൽ ഫുൾ ഗ്ലാസ് ഇട്ടിരിക്കുന്നു. കൂടാതെ ഇവിടെ നമുക്ക് ചെറിയൊരു ബാൽക്കണി ഏരിയ സ്പേസും കൂടി കിട്ടുന്ന ഇവിടെ ഈ വെച്ചിരിക്കുന്ന ഒരു ഡോറാണ്. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ ഒരു ബാൽക്കണി ഏരിയ സ്പേസ് കൂടി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ് ഈ ഒരു ഏരിയ നൽകിയിട്ടുള്ളത്. കൂടാതെ ഇവിടെയും വാർഡ്രോബ്, അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം എന്നിവ ഉൾപ്പെടെ തന്നെയാണ് ഇവിടെയും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലാണ് വാർഡ്രോബ് വരുന്നത്. കൂടാതെ ഈ ഒരു സൈഡിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം എന്നിവ ലഭിക്കുന്നു. സോ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഇവിടെ അഡ്വാൻറ്റേജ് ആയിട്ട് ഒരു ഏരിയ കൂടി കിട്ടുന്നുണ്ട്. ഇവിടെയും നല്ലൊരു നമുക്ക് കുറച്ചൊരു പ്രൈവസി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം കഴിയുന്ന ഒരു ലിവിങ് ഏരിയ സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കിവിടെ വാർഡ്രോബും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു TV കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ കാര്യങ്ങളും സെറ്റ് ചെയ്യാനും കുറച്ച് ഒരു പ്രൈവസി ആയിട്ട് നമുക്ക് ഈ വീടിൻ്റെ ഒരു ഏരിയ ആണെന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു വലിയൊരു ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നല്ല ഒരു സ്പേസ് തോന്നിക്കുന്നുണ്ട്. കാരണം ഈ ഒരു രണ്ട് ഏരിയയും കൂടി വരുമ്പോൾ നല്ലൊരു സ്പേസ് തോന്നിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പിന്നീടായാലും ഇതൊരു ബെഡ്റൂം ആയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയ തന്നെയാണ്. ബാൽക്കണി വരുന്നത് ഈ ഒരു ഏരിയയുടെ തൊട്ട് അടുത്ത് തന്നെയായിട്ടാണ് ബാൽക്കണി വരുന്നത്. ഈ ഒരു സൈഡിലാണ് ബാൽക്കണി വരുന്നത്. വളരെ മനോഹരമായ ഒരു ബാൽക്കണി ഏരിയ സ്പേസ് ആണ്. ഇതിൻ്റെ ടോപ്പ് ഫ്ലോറിലെല്ലാം നല്ലൊരു വുഡൻ പാനൽ വർക്കുകൾ കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു ബാൽക്കണിയാണ്. ഇവിടെ ഹാൻഡ് റെയിലുകൾക്ക് ഗ്ലാസും സ്റ്റീൽ കോമ്പിനേഷനാണ് നൽകിയിട്ടുള്ളത്. അതിവിശാലമായ ഒരു ബാൽക്കണി ഏരിയ സ്പേസും കിട്ടുന്നു. നല്ലൊരു മനോഹരമായ ഒരു വ്യൂവും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ എൻ്റെ വ്യൂ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. സോ ഈ ഒരു വീടിൻ്റെ എൻ്റെ കാര്യങ്ങൾ ഇത്രയാണ്. ഈ ഒരു മനോഹരമായ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ മാഞ്ഞാർ ഹോംസുമായി ബന്ധപ്പെടാം. സോ എറണാകുളത്തിൻ്റെ പ്രീമിയം ലൊക്കേഷനായ കാക്കനാടിനടുത്ത് തേവക്കൽ എന്ന ലൊക്കേഷനിൽ നിന്നും വെറും 500 മീറ്റർ മാറി 5.150 സെൻറ്റ് പ്ലോട്ടിൽ 2300 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട് 4 BHK ഉള്ളത്. ഈ ഒരു വീടിൻ്റെ വില 1,25,00,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. നമുക്കറിയാം വളരെ നല്ലൊരു പ്രീമിയം ലൊക്കേഷനാണ്. നിങ്ങൾക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ ഇൻഫോ പാർക്കിലേക്ക് ഇവിടുന്ന് വെറും 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നുള്ളൂ. സോ ഇൻഫോ പാർക്കിലുള്ളവർക്കും അതുപോലെ തന്നെ കാക്കനാട് ഏരിയയിൽ നല്ലൊരു വീട് നോക്കുന്നവർക്കെല്ലാം വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വില്ലയാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനും കാര്യങ്ങളെല്ലാം നോക്കുന്നവർക്കും നല്ലൊരു ഡെവലപ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു ഏരിയയാണ്. സോ ഹോം ലോൺ സൗകര്യങ്ങളോട് കൂടി ഈ ഒരു വീട് സ്വന്തമാക്കുവാനും ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനി പുതുപുത്തൻ വീടുകളുടെ വീഡിയോസ് നിങ്ങളുടെ മുമ്പിലെത്തുവാൻ ഈ ചാനൽ ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.